എടി അമ്മ ഇന്ന് എന്റെ കൂടെയാ കിടക്കുന്നത്, അതുകൊണ്ട് നീ വോയിസ് അയക്കണ്ട, ടൈപ്പ് ചെയ്ത് അയച്ചാ മതി. നീ ഫോണിൽ കളിക്കുവാണോടി? അല്ല. അടുക്കള വാതില് പൂട്ടിയായിരുന്നോ? ആ പൂട്ടിയായിരുന്നു. അമ്മ ആന്റി ചിന്നുമോളും ഒക്കെ എപ്പോഴാ തിരിച്ചു പോകുന്നേ അമ്മ? അവര് നാളെ അങ്ങ് പോകും. നിന്റെ റൂമിൽ നല്ല തണുപ്പുണ്ടല്ലേ? അത്ര തണുപ്പൊന്നും ഇല്ല, കൊതുകും കുറവാ. അത് ഇന്ന് കൊതുക് ഇല്ലാത്തോണ്ടാ. ഞാൻ ഇനി മുതൽ ഇവിടെ കിടന്നാലോ? അയ്യടാ, അമ്മ അമ്മയുടെ റൂമിൽ തന്നെ കിടന്നാ മതി. ഇന്ന് ആന്റിയും ചിന്നുമോളും വന്നോണ്ടാ ഞാൻ ഇവിടെ കിടക്കാൻ സമ്മതിച്ചത്. ആഹാ, അത് കൊള്ളാലോ. അതന്നെ ഞാൻ കിടന്നാല്. നീ ഒറ്റയ്ക്കാവുമ്പോ നിനക്ക് ഫോണിലും കളിച്ച് തോന്നിയ സമയത്ത് കിടന്നുറങ്ങണം അല്ലേടി? ഇനി മുതൽ ഞാൻ ഇവിടെ നിന്റെ കൂടെ കിടന്നുറങ്ങത്തുള്ളൂ. ചേട്ടാ, ഇത് എന്തൊരു കഷ്ടമാ. ഇതെന്ത് പോയി ലൈറ്റ് വെട്ടം വരുന്നത്? നീ ഫോണിൽ കളിക്കുവാണോടി? അല്ല. നിന്റെ ഫോൺ എന്തിയേ? അത് മേശപ്പുറത്താ. വേഗം കിടന്നുറങ്ങാൻ നോക്ക്. ആ ചേട്ടാ, ഇവളെന്തിനാ ഇങ്ങനെ വോയിസ് അയച്ചുകൊണ്ടിരിക്കുന്നത്? ഇവക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ? സൗണ്ട് നല്ലോണം കുറച്ചിട്ട് എന്താ അവൾ അയച്ചേക്കുന്നതെന്നൊന്ന് കേട്ടു നോക്കിയാലോ? ആ, അമ്മ ഉറങ്ങിയെന്ന് തോന്നുന്നു. ഒന്ന് കേട്ടു നോക്കാം. അതാരാ? എവിടുന്നാടിയാ ഒച്ച കേട്ടെ? ആ, നീ ഇവിടെ ഫോണിൽ കളിച്ചോണ്ടിരിക്കുവ അല്ലേ? വെക്കടിയാ ഇവിടെ ഫോൺ. ആ, വെക്കുവാ. ഏത് സമയത്താണോ എനിക്ക് ആ വൃത്തിയായിട്ട വോയിസ് കേൾക്കാൻ തോന്നിയത്?